IMF ധനസഹായത്തിന് പിന്നാലെ പാകിസ്ഥാന് $800 മില്യൺ വായ്പ അനുവദിച്ച് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഭാരതത്തിന്റെ ശക്തമായ എതിർപ്പിനെ മറികടന്നാണ് ADBയുടെ നടപടി. വർഷങ്ങളായി പാകിസ്ഥാന്റെ നികുതി വരുമാനം കുറഞ്ഞു വരുന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഭാരതം ധനസഹായത്തെ എതിർത്തത്. ഭീകരതയ്ക്ക് ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണവും ഭാരതം മുന്നോട്ട് വയ്ക്കുന്നു. പാകിസ്ഥാനിലെ സർക്കാർ സാമ്പത്തിക രംഗം ശക്തമാക്കുന്നതിന് ഉൾപ്പെടെയാണ് ADB വായ്പ അനുവദിച്ചിരിക്കുന്നത്. $800 കോടി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അനുവദിച്ചിരിക്കുന്ന തുക. ഭീകരതയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഭാരതം ഉന്നയിച്ചതിനെ മറികടന്നാണ് ADB തീരുമാനം. പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗം തകർന്നു കിടക്കുന്നതായി ഭാരതം കൃത്യമായി ബോധ്യപ്പെടുത്തിയിരുന്നു. 2018 പാകിസ്ഥാന്റെ നികുതി വരുമാനം GDPയുടെ 13% 2023 9.2 ആയി കുറഞ്ഞു. സർക്കാർ ധനകാര്യ മാനേജ്മെന്റ് വീഴ്ച ഇതിലൂടെ ഭാരതം ചൂണ്ടിക്കാട്ടിയിരുന്നു. പലതവണ ഇത്തരത്തിൽ വായ്പ IMF ഉൾപ്പെടെ നൽകിയിട്ടും പാകിസ്ഥാന്റെ ധനകാര്യ രംഗം പരിഷ്കരിക്കാനായില്ല. പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും ഭാരതം ആവശ്യപ്പെട്ടിരുന്നു. ഭീകരതയ്ക്ക് തുക വകമാറ്റി ചെലവഴിക്കുമെന്ന ആശങ്ക തന്നെയാണ് ഭാരതം ADBയെയും ബോധ്യപ്പെടുത്തിയത്. നേരത്തെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും പാകിസ്ഥാനെ $1 ബില്യൺ ധനസഹായം നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.